ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശിത മരണം അനുസ്മരിക്കുന്ന ഈ ദിനം ആത്മപരിശുദ്ധിയുടെയും ത്യാഗത്തിന്റെയും സന്ദേശം പകരുന്ന ദിനമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. രാവിലെ മുതൽ തന്നെ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ക്രൂശ് വഴി ആരാധനകളും നടന്നു. വിശ്വാസികൾ ഉപവാസവും പ്രായശ്ചിത്ത പ്രാർത്ഥനകളും നടത്തി. യേശുവിന്റെ പീഡാനുഭവങ്ങളെ സ്മരിച്ചു. നിരവധിയിടങ്ങളിൽ നിശബ്ദ പ്രദക്ഷിണങ്ങളും സംഘടിപ്പിച്ചിരുന്നു. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി ദേവാലയങ്ങൾ വിശ്വാസികളാൽ നിറഞ്ഞു നിന്നു. ആത്മീയ ഏകാഗ്രതയോടെ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ നടന്നു. വിശ്വാസികൾ യേശുവിൻ്റെ സ്നേഹവും ത്യാഗവും ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് ക്രൈസ്തവ മതനേതാക്കൾ സന്ദേശം നൽകി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥതയോ അവിടുത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവ്വം തന്നെ വാങ്ങിയിട്ടു. രക്തം പുരണ്ട മുഖം പ്രിയപൂർവ്വം തുടച്ചു. എന്നോട് സഹകരിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. പ്രവാചകൻ വഴി അങ്ങ് അരുളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും മഹത്തായ സന്ദേശം ലോകത്തിന് പകർന്നു കൊടുക്കുന്ന ദുഃഖവെള്ളി മനുഷ്യരാശിക്ക് സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും പാത തെളിയിക്കുന്ന ദിനമായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ഇടുക്കി വിഷൻ.